പറമ്പിക്കുളത്ത് മുൻ പഞ്ചായത്ത് മെമ്പറും ലോട്ടറി തൊഴിലാളിയുമായ വയോധികന്റെ താമസ സ്ഥലം വനംവകുപ്പ് പൊളിച്ചുമാറ്റിയെന്ന് പരാതി. പറമ്പിക്കുളം സ്വദേശി ചന്ദ്രൻ നിർമ്മിച്ച ഷെഡാണ് വനംവകുപ്പ് പൊളിച്ചുമാറ്റിയത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി ചന്ദ്രൻ. പറമ്പിക്കുളം PAP കോളനി നിവാസിയായ ചന്ദ്രൻ താമസിക്കാനായി നിർമ്മിച്ച ഓടുമേഞ്ഞ ഷെഡാണ് വനംവകുപ്പ് യാതൊരുവിധ മുന്നറിയിപ്പും നൽകാതെ പൊളിച്ചു മാറ്റിയത്. 2000-ൽ മുതലമട പഞ്ചായത്തിലെ പറമ്പിക്കുളം വാർഡ് മെമ്പറായിരുന്ന ചന്ദ്രൻ ഇപ്പോൾ ലോട്ടറി തൊഴിലാളിയാണ്. ഭാര്യ മുതലമട ആനമറയിൽ അംഗൻവാടി ടീച്ചറായതിനാൽ പറമ്പിക്കുളത്ത് വന്നു പോവുകയാണ് പതിവ്. വർഷങ്ങൾക്ക് മുൻപ് മഴയിൽ തകർന്നതാണ് ഇവരുടെ വീട്. എന്നാൽ പുനർനിർമ്മാണത്തിനായി സാമഗ്രികൾ കൊണ്ടുവരാൻ കഴിയാതെ വന്നതോടെ താൽക്കാലിക ഷെഡ് കെട്ടിയായിരുന്നു താമസം. ഇത് പുതുക്കിപ്പണിയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വനംവകുപ്പ് ഷെഡ് പൊളിച്ചു നീക്കിയത്. വനംവകുപ്പിൽ നിന്നും നിർമ്മാണ അനുമതി കിട്ടാത്തതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയതിന്റെ വൈരാഗ്യമാണ് ഇപ്പോഴത്തെ സംഭവത്തിന് പിന്നിലെന്ന് ചന്ദ്രൻ ആരോപിക്കുന്നു. താമസിക്കുന്ന ഭാഗത്തിന് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയുള്ള അനുവാദം വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞ് 2019-ൽ മനുഷ്യാവകാശ കമ്മീഷൻ, കേരള മനുഷ്യാവകാശ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വൈരാഗ്യം തീർത്തതാണ് ഫോറസ്റ്റുകാർ. ഷെഡ് പൊളിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ചന്ദ്രൻ പറമ്പിക്കുളം പോലീസിൽ പരാതിയും നൽകി. പുതിയ നിർമ്മാണത്തിന് അനുമതി ഇല്ലാത്തതുകൊണ്ടാണ് ഷെഡ് പൊളിച്ചതെന്നാണ് പറമ്പിക്കുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറയുന്നത്. എന്നാൽ ഒരു മാനുഷിക പരിഗണനയും നൽകാത്ത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.